രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി ഇന്ന് തടഞ്ഞു. അടുത്ത 15-ാം തീയതി വരെ ഹൈക്കോടതി തടഞ്ഞത്. ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണ് ഇനി ഇത് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ആ പരിഗണനയുടെ അവസാനം വരെ അറസ്റ്റ് തടയണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റ് രാജീവ് കോടതിയിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് വിളിക്കുന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ പ്രതികരണം. 15-ാം തീയതി വരെ താൽക്കാലികമായി തടഞ്ഞു. അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു തീരുമാനം വരുന്നിടം വരെ ഈ കേസിലേക്ക് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല രാഹുലിനെ. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കേസിനകത്ത് തീർച്ചയായിട്ടും അതിന് മുൻകൂർ ജാമ്യത്തിന് രാഹുൽ പോകും. രാഹുൽ അറസ്റ്റ് മാറി നടന്നോ ഇല്ലയോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. അത് പോലീസിന്റെ കുഴപ്പം കൊണ്ടാണ്, പോലീസിന്റെ കഴിവുകേട് കൊണ്ടാണ് അത് കണ്ടുപിടിക്കാത്തതെന്ന് പറയാം. പക്ഷെ രാഹുൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിശദ വാദങ്ങൾ കേൾക്കണം. അതുകൊണ്ട് അതുവരെ അറസ്റ്റ് തടയണം. ഇനി അടുത്ത കേസിലേക്ക് പോലീസ് ഒരു നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പോലീസ് അതിന് സൂക്ഷിക്കണം. കാരണം കോടതി സമാനമായ കേസിനകത്ത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിനകത്ത് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്യും. അത് ഭരണഘടനാ ബെഞ്ച് അതിന് തീർപ്പാക്കുന്നിടം വരെ തീർച്ചയായിട്ടും അറസ്റ്റ് തടയും. ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷന് കോടതി തടസ്സം നിൽക്കില്ല. ഇൻവെസ്റ്റിഗേഷൻ പോലീസ് നടത്തണം. പക്ഷേ ഇതിനകത്ത് പരമപ്രധാനമായ ഒരു പോയിന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു. അത് ഇവിടുത്തെ സെഷൻസ് കോടതിയിൽ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിതും പറഞ്ഞു. കാരണം ഇതിനകത്ത് സാധാരണഗതിയിൽ BNS-ലെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡില് അല്ലെങ്കിൽ BNSS-ലെ 154 പഴയ CRPC പ്രകാരമാണ് കേസെടുക്കുന്നത്. ഇപ്പോഴത് 173 BNS ആണ്. 173-ല് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി എടുത്തുകൊണ്ട് പരാതി കൊടുത്ത് കേസെടുക്കുന്ന കാര്യം പറയുന്നില്ല. അതിനകത്ത് പറയുന്നത് 173-നകത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് കേസെടുത്തില്ലെങ്കിൽ, അവിടുത്തെ SHO കേസെടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അത് ജില്ലാ SP-ക്കോ അല്ലെങ്കിൽ കമ്മീഷണർക്ക് പരാതി കൊടുക്കാം. അവരെടുത്തിട്ടില്ലെങ്കിൽ കോടതിയിൽ നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കാം. എന്നിട്ട് കോഗ്നിസൻസ് എടുക്കും. പക്ഷെ ഇവിടെ കേസെടുത്തിരിക്കുന്നത് ഈ 3 സ്ഥലത്തും അല്ല പരാതി കൊടുത്തിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ അടുത്താണ്. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആണ് എങ്കിലും അങ്ങനെ ഒരു നടപടിക്രമം ഇന്ത്യയിലെ BNSS-ൽ എങ്ങും പറഞ്ഞിട്ടില്ല. അത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം നമ്മൾ പലരും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെയൊക്കെ കണ്ട് ആ രീതി, അല്ലെങ്കിൽ DGP-യുടെ അടുത്തും പോയി അവിടെ പോയി നമ്മൾ പരാതി കൊടുക്കും. എന്നിട്ട് അവിടുന്ന് ഡയറക്ഷൻ വാങ്ങിച്ച് കേസെടുക്കുന്ന ഒരു സമ്പ്രദായം നിയമവിരുദ്ധമാണ് എന്ന് യാതൊരു സംശയമില്ല. കാരണം 154 അല്ലെങ്കിൽ CRPC-ക്കകത്ത് അല്ലെങ്കിൽ 173 BNSS പറയുന്നത് ഒരു മൊഴി കൊടുക്കണം. അതൊരു SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റെക്കോർഡ് ചെയ്യണം. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അവിടെ ഒരു കോഗ്നിസബിൾ ഒഫൻസ് അതിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ കേസെടുക്കും. ഒരു ഡിലേഡ് ആയിട്ട് ഒരു സംഭവം നടന്നത്, റേപ്പ് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസ്, അത് 1 മാസം 2 മാസം കഴിഞ്ഞൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അതൊരു ഡിലേഡ് ആയിട്ടുള്ള ഒരു FI സ്റ്റേറ്റ്മെന്റ് ആണ്. ആ FI സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ആരെങ്കിലും പരാതി താമസിച്ചു കൊടുത്താൽ അതിനൊരു പ്രിലിമിനറി എൻക്വയറി SHO തീർച്ചയായിട്ടും നടത്തിയിട്ടേ കേസെടുക്കാവുള്ളൂ. എന്തുകൊണ്ടാണ് താമസിച്ചത്? അത് തൃപ്തികരമായിട്ട് ആ പരാതിക്കാരൻ SHO-യുടെ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറുടെ പോലീസ് സ്റ്റേഷന്റെ അന്നേരത്തെ ചാർജുള്ള ആളെടുത്ത് പറയണം. അല്ലാതെ നമ്മൾ അധികാരമുള്ള സ്ഥലങ്ങളിലെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവിടുന്ന് ഒരു ഡയറക്ഷൻ വരുമ്പം ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും DGP-യുടെ കീഴിലുള്ളവരൊക്കെ ആ രാഷ്ട്രീയ മേധാവിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് കേസെടുക്കാനൊക്കെ ഉള്ള ഒരു ദ്വര ഉണ്ടാവും. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ദ്വരയാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് എന്നാണ് ഹൈക്കോടതിയിൽ വാദിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് 100% ശരിയാണ്. നമുക്ക് ഇന്ത്യയിലെ നിയമം അങ്ങനെ അല്ലല്ലോ. 154, 171 അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കണം. മൊഴി കൊടുത്തിട്ട് അവർ കേസെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജില്ലാ മേധാവിയുടെ അടുത്ത് പോകണം. അവിടെയും കേസെടുത്തിട്ടില്ലെങ്കിൽ അവിടെയും മൊഴി കൊടുക്കുക. കേസെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പോകണം. ഇതാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ പറഞ്ഞിരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ഈ കേസിലെ ആ പെൺകുട്ടി മുഖ്യമന്ത്രിയെ പോയി കണ്ടത്.
അത് രാഷ്ട്രീയപരമായ ഒരു നീക്കമാണ് എന്നാണ് ഹൈക്കോടതിയിലെ വാദഗതി എന്ന് വന്നിരിക്കുന്നത്. ഏതായാലും വിശദ വാദങ്ങൾ കേൾക്കും, 15-ാം തീയതി വാദം കേൾക്കും. അതിനുശേഷം വീണ്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് പ്രാഥമികമായി നമ്മൾ നോക്കുമ്പം നിയമപരമായുള്ള ഹൈക്കോടതിയുടെ ജഡ്ജ് ആയിരുന്ന ജസ്റ്റിസ് ബാബുവിൻ്റെ തീരുമാനങ്ങൾ 100% ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ജഡ്ജസിൻ്റെ പല പല ഡയറക്ഷൻ അനുസരിച്ചുള്ള രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോയത്. കഴിഞ്ഞ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ ഒരു വിധി വന്നു. IT ഫീൽഡിലുള്ള ഒരു മേധാവി അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് വർഷങ്ങളായിട്ട് ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധം മുറിഞ്ഞപ്പം ആ പെൺകുട്ടി കേസ് കൊടുത്തു. അതൊരു കൺസെൻഷ്യൽ സെക്ഷൽ ആക്ടിവിറ്റി ആണ്, കൺസെൻറ്റോട് കൂടിയുള്ളതാണ്. അതുകൊണ്ട് ആ വിവരം സുപ്രീം കോടതി വരെ അദ്ദേഹം ജാമ്യത്തിന് പോയപ്പം സുപ്രീം കോടതി ജഡ്ജി ഇന്നലെ പറഞ്ഞ ഒരു സുപ്രധാനമായ ഒരു ഡിസിഷനുണ്ട്. അത് തമ്മിൽ ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. കാരണം അതുകൊണ്ട് ഒരു മീഡിയേഷനിലേക്ക് അത് പോകണം എന്ന് സുപ്രധാനമായ ഒരു ജഡ്ജ്മെന്റ് ഇന്നലെ വന്നിരുന്നു. കാരണം അത് രണ്ടുപേരും പറഞ്ഞ് മീഡിയേഷൻ സെന്ററിൽ വെച്ച് മറ്റേ സീനിയർ അഡ്വക്കേറ്റിന്റെ സാന്നിധ്യത്തിൽ അത് പറഞ്ഞങ്ങ് തീർക്കണം. ആവശ്യമില്ലാതെ കോടതിയുടെ സമയം കഴിയരുത്. കാരണം ഇതിനകത്തൊന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിയമപരമായും ഭരണഘടനാപരമായും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു സമ്മതത്തോടു കൂടിയ സെക്ഷൽ ആക്ടിവിറ്റി റേപ്പിന്റെ പരിധിയിൽ വരില്ല എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇന്നലെ വേറെ ചില നിരീക്ഷണങ്ങളും സുപ്രീം കോടതി പറഞ്ഞു. കാരണം 18 വയസ്സ് പൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചൊരിടത്ത് പോയി താമസിച്ചാൽ അതിനകത്തൊരു ഒഫൻസ് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം പ്രായപൂർത്തിയായവരാണ്. പക്ഷെ ഇന്ത്യയിലെ പ്രായപൂർത്തിയായ ആൺകുട്ടികളുടെ പ്രായം പറഞ്ഞിരിക്കുന്നത് 21. പക്ഷെ അവർ അവർ പ്രായപൂർത്തിയായെന്ന് കണക്കാക്കുന്നത് 18 വയസ്സാണ്. പക്ഷേ സീനിയർ ആയിട്ടുള്ള ഒരു ആൺകുട്ടി കല്യാണം കഴിക്കാൻ പ്രായമായത് 21 വയസ്സെന്നും പറയുന്നുണ്ട്. എന്തായാലും സുപ്രീം കോടതി സുപ്രധാനമായ ഒരു നിരീക്ഷണം വീണ്ടും നടത്തിയിരിക്കുന്നു. കാരണം അതനുസരിച്ച് കാര്യങ്ങൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മുടെ വീട്ടിൽ നിന്ന് ചാടിപ്പോയി അവർ രണ്ടും ഒന്നിച്ചെവിടെയെങ്കിലും പോയി താമസിച്ചാൽ 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ രണ്ടുപേരും. അതൊരു ഒഫൻസ് അല്ല. മാതാപിതാക്കൾക്ക് ഒന്നും ചെയ്യാനൊക്കില്ല. അവർ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. അവർ സ്വതന്ത്രമായി പണം സമ്പാദിച്ച് അവരൊന്നിച്ച് ജീവിച്ചോളും. ചിലപ്പം അവർ ഒഴിവായി രണ്ടുപേരും പിരിഞ്ഞു പോയെന്നും വരും. അതൊക്കെ സർവ്വസാധാരണമായി കഴിഞ്ഞിട്ട് ലോകത്തെല്ലായിടത്തും, ഇന്ത്യയിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് പുതിയ നിയമങ്ങളും ഡിജിറ്റൽ നിയമങ്ങളും ഇതൊക്കെ വരുമ്പം അതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കാൻ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജില്ലാ കോടതികൾക്കൊക്കെ ആ ബാധ്യത അവർ അനലൈസ് ചെയ്ത് അത് നിർവഹിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ കൺസെൻഷ്യൽ സെക്ഷൽ ഉണ്ടായാൽ അതൊരു ഒഫൻസ് അല്ല. അന്നേരം അതിനൊരു ഗർഭം ഉണ്ടായാൽ അത് രണ്ടുപേരും കൂടെ തീരുമാനമെടുത്തിട്ട് അത് അലസിപ്പിക്കുന്നതിനും തടസ്സമില്ല എന്നല്ലേ വരുന്നുള്ളൂ. അല്ലാതെ അത് ഒരാൾ ബലം പ്രയോഗിച്ച് അത് മിസ്കാരേജ് നടത്തി എന്നല്ല. കാരണം ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് വീണ്ടും അനലൈസ് ചെയ്ത് ധാരാളം ചർച്ചകൾ വരും. കാരണം ആ പെൺകുട്ടി ഒരു മിസ്കാരേജ് നടത്തി, ഇയാൾ ബലം പ്രയോഗിച്ച് നടത്തി എന്നുള്ളതാണ്. അതൊക്കെ വേറെ ഒരു ലെവലിലോട്ട് അന്വേഷണം പോകും. പോലീസ് എന്തായാലും രണ്ടാമത്തെ കേസിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തുന്നതിന് അവർക്ക് നിയമപരമായ തടസ്സമില്ല. പക്ഷേ കോടതി സമാനമായ കേസിനകത്ത്, ആദ്യത്തെ കേസിനകത്ത് ഒരു തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് പോലീസ് രാഷ്ട്രീയപരമായിട്ട് തീരുമാനമെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വെള്ളത്തിലാകും. അതുകൊണ്ട് ആ ഒരു തീരുമാനം അറിഞ്ഞിട്ട് മതി ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിനെ വരുത്ത്, അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ആ ഒരു സംഭവത്തിനകത്ത് കോട്ടലക്ഷ്യത്തിലോട്ട് പോകാതെ നോക്കിക്കോണം. കോടതി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തീരുമാനം ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. അതിന് വിരുദ്ധമായ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ടായാൽ അത് സൂക്ഷിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഇതിനകത്ത് മുന്നോട്ട് പോകാൻ. അത് തന്നെയല്ല, ഇപ്പോൾ ഈ ഒരു സംഭവം കേരളത്തിലെ സമാനമായ പല സംഭവങ്ങളും പല സിനിമാക്കാരും പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഇതുപോലെയുള്ള സംഭവം ഉണ്ടായിട്ട് ഹൈക്കോടതി അതിനൊക്കെ ജാമ്യം കൊടുത്തിട്ട് ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോട്ടെ, അത് ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കേസ് ട്രയൽ നടത്തി കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള ലെവലിലോട്ട് പോയി കഴിഞ്ഞിരിക്കുന്ന പല കേസിനകത്തും. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇനി സൂക്ഷിക്കണം. കാരണം പലർക്കും റിട്ടയർ ചെയ്ത ശേഷവും നേരത്തെയുള്ള അവർക്കെതിരായിട്ട് കൊടുത്ത പല കേസിനകത്തും ഇപ്പം അഡ്വേഴ്സായിട്ട് അവർക്ക് പല കാര്യങ്ങളും. ഇപ്പം അടുത്ത ദിവസം റിട്ടയർ ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥനെ
ആ സമയത്ത് ഒരാളെ മർദ്ദിച്ചതിന് ഇപ്പം തടവ് ശിക്ഷ 3 മാസത്തിന് വിധിച്ചത് നമ്മളിപ്പോൾ CBI കോടതി വിധിച്ചു 3 മാസം തടവ് ശിക്ഷ. അദ്ദേഹം റിട്ടയർ ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അയാൾ SHO ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആരോ മർദ്ദിച്ചിരുന്നു. അതിന്റെ CBI അതിനൊരു കേസുണ്ട്. ആ കേസിനകത്ത് ഇപ്പം കോടതി ശിക്ഷിച്ചിരിക്കുന്നു. ഏതായാലും ഇതിനകത്ത് രണ്ടാമത്തെ കേസിനകത്ത് പരാതിക്കാരി ഇതുവരെ മൊഴി കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അവർ ഇനി മൊഴി കൊടുക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. അവരെ കണ്ടെത്തിയെന്നാണ് ഇതുവരെ പറയുന്നത്. എന്തായാലും രാഷ്ട്രീയ പ്രേരിതമായി ഇതുപോലെയുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിധേയരാകുന്നു. അത് അവർ സൂക്ഷിക്കണം. പെൻഷൻ കിട്ടില്ല, ക്രിമിനൽ കേസുകൾ അവരുടെ പേരിലുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കണം. അതുകൊണ്ടാണ് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥ അന്ന് മർദ്ദിച്ചത്, അന്നൊരു കേസെടുത്ത് മർദ്ദിച്ചതിന് ഇപ്പം CBI കോടതി 3 മാസത്തെ ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് യഥേഷ്ടം ഇറങ്ങി നടക്കാം. അദ്ദേഹത്തിന് തടയാൻ കഴിയില്ല. ഇതിനകത്ത് രാഷ്ട്രീയമായ വലിയ മാനങ്ങൾ ഉണ്ടാവും. കാരണം ഈ ഒരു കേസിനകത്ത് രാഹുൽ മാങ്കൂട്ടം ഒറ്റപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ സമയത്ത് ആ കോൺഗ്രസിന്റെ പടു നേതൃത്വം ഉള്ള ഒരു 3-4 പേര് രാഹുൽ മാങ്കൂട്ടിനെ നിഷ്കരണം പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കാൻ അവരുടെ സ്വകാര്യത, അവരുടെ സ്വന്തം ഇഷ്ടം നടക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള വാദഗതികൾ വളരെ അധികം പ്രബലമാണ് ഇപ്പം സാമൂഹിക മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ആൾക്കാരുടെ ഇടയിലും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം സാധിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് സുപ്രീം കോടതിയിലെ ലേറ്റസ്റ്റ് ആയ ആ വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.